ഹലോ ഗൈസ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതമുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടിക്കാണ്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ എന്താ പറയുക വളരെ പെട്ടെന്ന് ഒരു AI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗെയിം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടോ. അപ്പോൾ ആ ഗെയിം വളരെ അടിപൊളിയായിട്ട് കളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരല്ല 2 പേരൊക്കെ വന്നുകൊണ്ട് നമ്മളോട് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പറഞ്ഞു നമുക്ക് ഇതേപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിക്കാണ്ട് നമ്മളിന്ന് AI യൂസ് ചെയ്ത് കണ്ട് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ കളിക്കുന്ന പോലെ ഭയങ്കര എന്താ പറയുക GTA 5 എന്നൊക്കെ ഇപ്പോൾ ഇതല്ല, നല്ല അടിപൊളി ഗ്രാഫിക്സും അങ്ങനൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, ഒരു വെബ് രീതിയിലുണ്ട്, ഒരു വെബ്സൈറ്റ് രീതിയിൽ നമ്മൾ ഗെയിം കളിക്കാൻ പോകണം. അപ്പോൾ വെബ്സൈറ്റ് ആയിരിക്കും, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ രീതിയിൽ എന്താ പറയുക 2D ഡയമെൻഷൻ അങ്ങനെ കണ്ടല്ലോ. അതായത് എന്താ പറയുക പ്രത്യേകിച്ച് അതിൽ ഇതൊന്നും ഉണ്ടാവില്ല, എന്നാലും ഗെയിമാണത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഗെയിം നമ്മൾ ഡെവലപ്പ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതായിരിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം സിസ്റ്റത്തിൽ ചാർജ് കുറവാണ്, അപ്പോൾ ചാർജിനൊന്ന് ആദ്യം ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ChatGPT എന്നുള്ള AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാൻ പോകുന്ന AI. ഓക്കെ, അപ്പോൾ ആ ഒരു AI വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കോഡ് ചോദിക്കും. അപ്പോൾ ആ കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ കോഡ് ഉണ്ടായി തരും. എന്നിട്ട് ആ കോഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യിപ്പിക്കൂടാ. അതായത് കോഡ് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് വെക്കാം. പക്ഷേ അതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ കോഡ് ചെയ്യാൻ പോലും അറിയണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഉള്ള പോലെ പറയാം. ഇപ്പോൾ എന്താ പറയുക, ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ വേരിയബിൾ എന്താ, അറേ എന്താ, ലൂപ്പ് എന്താ, ഫംഗ്ഷൻ എന്താ ഒന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ട് കോഡ് ഉണ്ടായി തരും, യൂസ് ചെയ്താൽ പോലും. അത്ര ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ നോക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അത്രയും കോഡ് ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയാണ്ട് ChatGPT ആദ്യം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്ക്രീൻ റെക്കോർഡൊന്ന് ഓണാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാണ്ട് പോകുന്നതെന്ന് വെച്ചാൽ സമയം ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ChatGPT ആണ്. ChatGPT ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ChatGPT കുറിച്ച് ഒന്ന് ആദ്യം ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു AIയോട് നമ്മൾ എന്ത് കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കോഡാണ് ഉണ്ടാക്കി തരേണ്ടത്, ആ കോഡ് ഉണ്ടായി തരും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു കഥ എഴുതണം, സോങ് എഴുതണം, എന്താണ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടായി തരുന്ന ഒരു AI ആണ്. ഒരു മനുഷ്യനെ പോലെ തന്നെ കയ്യും കാലമൊന്നും ഇല്ലാന്ന് തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മൾ ഈ AI യൂസ് ചെയ്താണ് നമുക്ക് കോഡ് ഉണ്ടായി തരാൻ പോവുകയാണ്. എന്നിട്ട് ആ കോഡ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നുണ്ടോ. നമുക്ക് ആദ്യം ചെയ്യണം ChatGPT യൂസ് ചെയ്യണം. അപ്പോൾ ChatGPT ഒന്ന് സെർച്ച് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ChatGPT ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലോട്ട് ഒരുപാട് റിസൾട്ട് വരും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ChatGPT വന്നിട്ടുള്ളത്. ChatGPT കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തുള്ള OpenAI ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറയാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ChatGPT വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കണം. നമുക്ക് വേണ്ടി ഇതൊരു ഗെയിമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ChatGPT യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കോഡാണ് ഉണ്ടായി തരാം. അപ്പോൾ ഈ കോഡിനെ കുറിച്ച് ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റ് ആകുമ്പോഴത്തേക്കും അതിൽ HTML എന്നുള്ള ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, CSS ഉണ്ട്, ജാവാസ്ക്രിപ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്താ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. HTML ആണ് അതിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും, നമുക്ക് എങ്ങനെയൊക്കെ വേണമെന്നുള്ള അലൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. CSS എന്ന് പറഞ്ഞാൽ കാസ്കാഡ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പേര്. അത് യൂസ് ചെയ്യുന്നതിൽ കളറിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പെയിൻറ്റ് എടുക്കൂലേ, അതേപോലെ വെബ്സൈറ്റിന് കളർ കൊടുക്കുന്ന സാധനമാണ് ഈ CS പറഞ്ഞാൽ. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ്. ജസ്റ്റ് മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ സംഭവം വെച്ചിട്ടാണ് നമുക്ക് കോഡിനായി തരുന്നുണ്ടാവുക. ഇനി അതൊക്കെ ഒന്നുകൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്നുകൂടെ അതിന് അടിപൊളിയായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാം. ഫുള്ള് ഇവിടെ ഓപ്പൺ സോഴ്സ് ആണ്, എന്തും ഫ്രീ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ ഒന്നുകൊണ്ട് ചോദിക്കാം. നമുക്ക് ആദ്യം കോഡ് ഉണ്ടാക്കാനും വേണ്ടിയാണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നമുക്ക് HTML CSS ഒക്കെ വെച്ചുകൊണ്ടാണ് കോഡ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ റൈറ്റ് എ കോഡ് യൂസിങ് ഒഴിവാക്കി HTML ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കേട്ടോ. CSS JS ദിസ് യൂസ്ഡ് അതിൽ വേണം യൂസ്ഡ് ടു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിനനുസരിച്ച് എന്തും ചോദിക്കാം. ദിസ് യൂസ്ഡ് ടു ക്രിയേറ്റ്. നമുക്ക് ആദ്യം എന്ത് ഗെയിമാണ് വേണ്ടിയത്, നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, SOSൻ്റെ ഒരു വീഡിയോ. അതായത് SOS നമ്മൾ സാധാരണ പേപ്പറിലുള്ള എഴുതി കളിക്കാം. അതേപോലെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റത്തിൽ ഒരു ഡിസ്പ്ലേ ഒക്കെ നമുക്ക് SOS കളിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗെയിം നമുക്ക് ആദ്യം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആ കോഡ് ഉണ്ടാക്കി തരുന്നത് കോപ്പി പേസ്റ്റ് ചെയ്താൽ സംഭവം വർക്കാവും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ChatGPT മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് സോഫ്റ്റ്വെയർ വേണല്ലോ. അതിൻ്റെ പേരാണ് VS കോഡ് എന്നുള്ളത്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. വിഷ്വൽ സ്റ്റുഡിയോ
കോഡ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്തുള്ള കോഡിനെ കമ്പൈൽ ചെയ്യുന്നുണ്ടോ. അതായത് ആ കോഡ് മാത്രം കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിധി ഉണ്ട്, ഒരാൾ എൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ അറിയാം, എൻ്റെ കയ്യിൽ നിധി ഉണ്ട് കാരണം നിധി കൈക്ക് പിടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒന്നെങ്കിൽ അത് പലിശയാക്കണം, അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അതേപോലെ നമുക്ക് കോഡ് ഉണ്ട്, ഈ കോഡ് മാത്രം കിട്ടിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അത് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ VS Code എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റൈറ്റ് കോഡ് ടു SOS ഗെയിം, റൈറ്റ് കോഡ് യൂസ് വെച്ചിട്ട് CSS JavaScript യൂസർ ടു ക്രിയേറ്റ് SOS ഗെയിം. ഓക്കെ, കൊടുത്തു, സാധനം വർക്ക് ആവുന്നുണ്ട്, ഷുവർ. ChatGPT കോഡായി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ കോഡിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ചെയ്തുള്ളതെന്ന് വെച്ചാൽ ഇൻലൈൻ CSS ആണ് ചെയ്തിട്ടുള്ളത്. അതായത് HTML അകത്ത് തന്നെ അങ്ങനെയല്ല, ഇപ്പോൾ ചെയ്ത് നമുക്കൊരു കോഡ് ഉണ്ടായി തന്നിട്ടുണ്ട്. അതിൻ്റെ HTML ഫോർമാറ്റ് ഉണ്ട്, HTML ഉണ്ട്. പിന്നെ അത് CSS എന്താ വെച്ചാൽ സ്റ്റൈലിനകത്താണ് കൊടുത്തുള്ളത്. അതായത് എന്താ പറയുക, ഇൻറ്റേർണൽ രീതിയിലാണ് ഇപ്പോൾ ഇതിലോട്ട് CSS ആഡ് ചെയ്തിട്ടുള്ളൂ. 3 രീതിയിൽ നമുക്ക് HTML CSS ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻലൈൻ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. അതിലിപ്പോൾ ഇൻറ്റേർണൽ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ CSS ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഒരുപാട് ഡൗട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കുട്ടികൾക്കും പോലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒറ്റ പേജിൽ തന്നെ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടെന്ന് വളരെ ബ്രീഫായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കോഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, VS Codeലോട്ട് നേരിട്ട് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആക്കുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ VS Codeലോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഇനി നമ്മൾ ചെയ്ത കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഈ ChatGPT കോഡ് ഉണ്ടായി തന്നു. ആ കോഡ് നേരെ പിടിച്ചാണ് VS Code കിട്ടും. VS Code സോഫ്റ്റ്വെയർ ആണ്. ആ കോഡിന് വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ വേണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ളത്, അതായത് ഒരു ഏതെങ്കിലും പോർട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കണം, ഒരു പോർട്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ChatGPT കോഡ് നമ്മൾ പറഞ്ഞു കൊടുത്തു, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം എന്നുള്ളത്. SOS ഗെയിമിൻ്റെ ഒരു നമുക്ക് സ്ട്രക്ചർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കി തന്നു കേട്ടോ. എന്നിട്ട് അത് നേരെ നമ്മൾ VS Codeൽ വന്നുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് അടിപൊളി ഗെയിം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡൊക്കെ ഒന്ന് ഓൺ ആക്കിയാണ്ട് നല്ല അടിപൊളി ഗെയിം കാണിച്ചു കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യണം. Ctrl+R സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കാനുള്ള ഷോർട്ട് കട്ടാണ്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും SOS ഗെയിം. ഇവിടെ എന്താ കുറച്ച് കളിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ സ്കോർ പ്ലെയർ 1 പ്ലെയർ 2 എന്നുള്ള രീതിയിൽ ഇപ്പോൾ രണ്ടാക്കും 0ലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. SOS ആണ്, SOS എന്താ പറയുക, വിട്ട അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ അതേപോലെ സാധാരണ പോലെ തന്നെ നമ്മൾ 2 പ്ലെയർ ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഞാൻ ഒരാളാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പ്ലെയറൊക്കെ വെച്ചാണ് കളിക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ വിൻ ചെയ്തു. അതായത് പ്ലെയർ 1 ജയിച്ചിട്ടുണ്ടെന്ന് ഇവിടെ കാണിച്ചുള്ളൂ. അതായത് SOS ഇവിടെ ഇട്ടപ്പോൾ വർക്കാവും, അല്ല ആ ഒരു ഗെയിം ഫിനിഷ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. ഇപ്പോൾ ആകെ കൊളായോ? ഇല്ലേ, കൊളായി കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത ഒന്നുകൂടെ നോക്കാം. സംഭവം 2 പ്ലെയർക്ക് കളിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റ ആളാണ് കളിക്കുന്നത്. ഇട്ടു, ഇവിടെ ഇട്ടു, ഇട്ടു. കണ്ടോ, അപ്പോൾ ഒരു പോപ്പപ്പ് പോലെ പൊന്തി വന്നു. പ്ലെയർ 1 വിൻ ചെയ്ത് അടിപൊളിയായിട്ട് പ്ലെയർ 1 ജയിച്ചിട്ടുണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാലം ആലോചിക്കണം, ഈ കോഡ് ഇപ്പോൾ നമ്മൾ ചെയ്തതല്ല, നമുക്കൊരു AI ചെയ്തു തന്നു. നമ്മൾ അതിനോട് എന്താ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് അടിപൊളി സ്റ്റൈൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, അതൊക്കെ CSS എന്നുള്ളൊരു സാധനം വെച്ച് സാധനമല്ല, സ്റ്റൈലിങ് ചെയ്യുന്ന സംഭവം വെച്ച് കണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഇതിൻ്റെ സൈസും കളറും ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വേറെ കളറൊക്കെ വരുന്ന ഹോവർ എഫക്റ്റാണ് അത്. അപ്പോൾ ആ രീതിയിലൊക്കെ വരുന്ന CSS എന്ന സംഭവം വെച്ച് കാണാം. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, ആ രീതിയിൽ നമുക്ക് AI ഉണ്ടായി തന്നു. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇതേപോലെ എന്ത് കോഡും ചോദിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്നേക്കിൻ്റെ ഗെയിം ചോദിക്കാം. എന്താ പറയുക, പാമ്പും കോണി ഉണ്ടാവില്ല, പാമ്പിൻ്റെ ഗെയിം ഉണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സ്നേക്കിൻ്റെ ഗെയിം കേട്ടോ. റൈറ്റ് കോഡ് സ്നേക്ക്, നമ്മളെ സ്നേക്ക് ഗെയിം ഉണ്ടല്ലോ. അതായത് എന്താ പറയുക, നമ്മൾ ചെറിയ സ്വിച്ച് ഫോണൊക്കെ കളിക്കുന്ന ഗെയിം. പാമ്പ് ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും സാധനം തിന്നും. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ കോഡാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായി തരുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചോദിക്കാം. അതാണ് നമ്മൾ ഈ AI യൂസ് ചെയ്താൽ പ്രത്യേകത. നമുക്ക് എന്തും ചോദിക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരം എന്തും ചോദിക്കാം. പിന്നെ നല്ല കാര്യങ്ങൾ ചോദിക്കാം. അതായത് ഹൗ ടു മേക്ക് എ ബോംബ്, അങ്ങനത്തെ ഓരോ ഡൗട്ട്സ് ഒന്നും ചോദിക്കരുത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു കോഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ. അപ്പോൾ ഈ കോഡിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഈ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാമ്പും കോണിയും കളിക്കാം, അല്ല പാമ്പിൻ്റെ ഗെയിം കളിക്കാം. അപ്പോൾ ഞാനെന്തായാലും ഒന്ന് VS കോഡിൽ ഇട്ടുകൊണ്ട് അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കട്ടെ കേട്ടോ. സംഭവം വർക്ക് ആവുന്നുണ്ടോ നോക്കണമല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും ഞാൻ പാമ്പും കോണിൻ്റെ ഗെയിം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഗെയിം സംഭവം അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. കണ്ടോ, പാമ്പും കോണിൻ്റെ ഗെയിം ഇപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇതാണ് പച്ചയാണ് നമ്മളെ പാമ്പ് കേട്ടോ. അപ്പോൾ ചുവപ്പ് നിന്നപ്പോൾ വലുതായി. കണ്ട, ഇതാണ് പാമ്പിൻ്റെ ഗെയിം. അവിടെ തട്ടിയപ്പോൾ പൊട്ടി കണ്ടോ. ഇതെന്താ വെച്ചാൽ സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനെന്തായാലും സ്ക്രീൻ റെക്കോർഡ് ഓഫ് ഓണാക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇപ്പോൾ നമ്മൾ ഗെയിം ഓവർ ആയിട്ടുണ്ട്, കാരണം അവിടെ നിന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഒന്നുകൂടെ ആച്ചിൽ കളിക്കാം. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ മാരക സ്കില്ലാണ്, ഗെയിമിലുള്ള എൻ്റെ മാരക സ്കില്ല്. പൊട്ടിയിട്ടുണ്ട്. എന്താല്ലേ ഇമ്മാരിക്കയാ പൊട്ടി. ഇത് ഭയങ്കര ഇതാട്ടോ, ChatGPT ഒരു ടൈപ്പാണ്, ഒരു പ്രോപ്പറായിട്ടുള്ള എടാ ഇത് കൺട്രോൾ ഇട്ടില്ല, പൊട്ടി. ഇതെന്താണ് സാധനം മനസ്സിലായി. അതായത് പച്ചയാണ് നമ്മുടെ പാമ്പ്, ആ ചുവപ്പാണ് നമ്മുടെ ഗുളിക. അത് തിന്നണം കേട്ടോ, അത് തിന്നാൽ മാത്രമേ നമുക്ക് വലുതാവാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് കിട്ടി. പോയി ആ പറഞ്ഞപ്പോൾ പോയി. എന്താണ് എടാ, ഇതിന് മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. പ്രശ്നമല്ല, എന്താ പറയുക, ഈ ബോക്സിൻ്റെ നേരെ അപ്പുറം വരുന്നൊരു ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനൊന്നുമില്ല, ഇതപ്പുറം പൊട്ടി. സംഭവം മനസ്സിലായല്ലോ, പാമ്പിൻ്റെ ഗെയിം ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് 2 ഗെയിം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. AI യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 2 ഗെയിം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു AI ഇപ്പോൾ നമുക്കൊരു ഗെയിം ഉണ്ടാക്കാനുള്ള കോഡ് ഉണ്ടായി തന്നു. ആ കോഡ് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് ഒരു ഗെയിം ഉണ്ടാക്കി. ഇനി ഇത് വേണം നമുക്ക് ഹോസ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് പബ്ലിക്കലി നാട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഡെവലപ്പ് ചെയ്ത ഗെയിമാണെന്നൊക്കെ പറയാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഡൊമൈനൊക്കെ പർച്ചേസ് ചെയ്താൽ ആ ഗെയിം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാം, ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലോക്കലി നിങ്ങൾക്ക് കാണിച്ചു തന്നാണല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ സ്നേക്കിൻ്റെ ഗെയിമിൽ വന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ആക്കി തന്നെ പറയാൻ വിചാരിച്ചിട്ടുള്ളതായിരുന്നു. നമ്മളൊരു ഗെയിം ഡെവലപ്പ് ചെയ്തു, AI യൂസ് ചെയ്തുകൊണ്ട് കോഡ് ഉണ്ടാക്കി തന്നു. നമ്മൾ പിന്നെ ആ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് കാണിച്ചു തന്നില്ല, കാരണം അത് ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ഒരേ സമയം ഒരു ഇതിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇനി വേറെ സെറ്റിങ്സ് മാറ്റാൻ എന്താ എനിക്കറിയില്ല. അതായത് സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞുതരാം. ChatGPT ഉണ്ടായി തന്ന കോഡ് നമ്മൾ VS കോഡിലോട്ട് കൊണ്ടുവന്നു. VS കോഡിൽ നിന്ന് ആ കോഡൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിധി മാത്രം കിട്ടിയ കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഉപയോഗിച്ചാലല്ലേ കാര്യമുള്ളൂ. അതേപോലെ കോഡ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ആ കോഡ് വർക്ക് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയാണ് VS കോഡ് എന്ന സോഫ്റ്റ്വെയറിൽ വന്നു ആ കോഡൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചു. വേറെ ഒന്നുമില്ല, കിട്ടിയ കോഡ് വർക്ക് ചെയ്യിപ്പിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ ബ്രൗസറിൽ ഒരു പോപ്പപ്പ് പോലെ വന്നിരുന്നു. ആ ഗെയിം നമ്മൾ കളിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു. നിങ്ങൾക്ക് ഇനി ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനോ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ പറ്റും. AI യൂസ് ചെയ്യാം. പിന്നെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ ടൈം നമ്മൾ AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കില്ലും ഇല്ലാതാവട്ടോ, അത് വേറെ കാര്യം. കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അവിടെ വരാതെ ഇത് വരും. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക, അതിനൊപ്പം തന്നെ ആയിട്ട് AI യൂസ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല, കാരണം ഞാനിങ്ങനെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഷെയർ ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് പറഞ്ഞാൽ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാനായിരിക്കും. ഗുഡ് ബൈ.